കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമാണ് കൊല്ലം പുറ്റിങ്ങലിൽ നടന്നത്. 2016 ഏപ്രിൽ 10 പുലർച്ചെ 3:17 സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത്. ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന വെടിക്കെട്ടിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 110 പേർ കൊല്ലപ്പെട്ടു. 1990 കൊല്ലം മലനട ദുര്യോധന ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് ശാലയ്ക്ക് തീപിടിച്ച് 33 പേർ മരിച്ചതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തം. പുറ്റിങ്ങൽ ദുരന്തത്തിൽ ഇന്നും നീറുന്ന ഓർമ്മകളിലാണ് നാട്ടുകാർ. എല്ലാ വർഷവും ഇവിടെ ഉത്സവത്തിന് വരുന്നതാണ്. പിന്നെ അന്ന് ഉത്സവം കാണാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞു, എല്ലാ വർഷവും കാണുന്നതല്ലേ, നമുക്ക് ഇന്നത്തെ കാണണ്ട, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയാലും കമ്പം കാണാനല്ല എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ശരി എന്നെങ്കിൽ നമ്മൾ പോവാം. അങ്ങനെ വീട്ടിൽ ചെന്നിരുന്ന് കമ്പം കണ്ട് കുറേയൊക്കെ കണ്ടു തീർന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി 3 മണിയായപ്പോഴത്തേക്കാണ് എൻ്റെ അനിയൻ എന്നെ തിരക്കി വന്നു. അപ്പോൾ ഞാൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ച്, രായു എണീടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത്? ഇതാ കമ്പത്തിന് ഇതുപോലെ 10-15 പേര് മരിച്ചെന്ന് പറഞ്ഞു, കമ്പം പൊട്ടി അവിടെ ആകെ പ്രശ്നമായെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ എണീച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നേരം വര വെളുത്തപ്പോഴത്തേക്കാണ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ എല്ലാം ഭയങ്കരമായ ആ ഒരു സംഭവം തന്നെ ഇവിടെ കണ്ടു. എന്തുകൊണ്ടോ വരാൻ തോന്നിച്ചില്ല. അമ്മയുടെ അനുഗ്രഹം കൊണ്ടോ എനിക്ക് തോന്നിച്ചാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അമ്മയെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട്. ദുരന്തത്തിൽ 700-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. 100-ലധികം വീടുകൾ തകർന്നു. വർക്കല കൃഷ്ണൻകുട്ടി, കഴക്കൂട്ടം സുരേന്ദ്രൻ എന്നീ കരാറുകാർ വെടിക്കെട്ട് നടത്തുന്നതിനിടെ മുകളിലേക്ക് കത്തിച്ചുവിട്ട സൂര്യകാന്തി പടക്കങ്ങളിലൊന്ന് മറ്റ് പടക്കങ്ങളിലേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പടക്കങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് കെട്ടിടം അപ്പാടെ തകർന്നു. ഇതിൻ്റെ കോൺക്രീറ്റും ഇരുമ്പ് കമ്പികളും പതിച്ചാണ് നിരവധി പേർ മരിച്ചത്. അപകടത്തിൽപ്പെട്ട മിക്കവരുടെയും ശരീരങ്ങൾ ഛിന്നഭിന്നമായി. ദുരന്തത്തെ സംസ്ഥാന സർക്കാർ പിന്നീട് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. നാട്ടുകാരൊന്നും അക്കാര്യം ഓർക്കുന്നുണ്ട്. ആദ്യത്തെ കമ്പം പൊട്ടിയ സമയത്ത് ഞാൻ ആനമർദ്ദ എന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിടക്കുകയായിരുന്നു. രണ്ടാമത്തെ കമ്പം പൊട്ടാറായ സമയത്ത് ദേവി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുന്ന് എഴുന്നേറ്റ് മാറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാറി എൻ്റെ വീട്ടിൽ, ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് വീട്. അവിടെ ചെന്നിരുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കമ്പം ഇതിൻ്റെ സാധനം ഇറങ്ങിക്കൊണ്ട് വരുന്നു. കമ്പം പടപടാ പൊട്ടുന്നു. ഭയങ്കര ഒരു വെടി സൗണ്ടും കേട്ടു. അപ്പോൾ തന്നെ ഇവിടുത്തെ കറണ്ടും ഇരുട്ടും എല്ലാം ആയി. പിന്നെ നേരം വെളുത്തിട്ടാണ് ഞാൻ വന്ന് നോക്കുന്നത്. നല്ലോണം നോക്കിയപ്പോൾ ഒരു 118 പേരോളം മരിച്ച്. അതിൻ്റെ പ്രയാസം ഇന്നുവരെ ഈ പ്രദേശത്തു നിന്ന് വിട്ടുമാറിയിട്ടില്ല. PWD ബിൽഡിംഗ്സ് വിഭാഗത്തിനായിരുന്നു നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള ചുമതല. 5000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ ഇവർ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തി. വെടിക്കെട്ട് അപകടം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 15 പേർ ഉൾപ്പെടെ 59 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. 533 പേജുള്ള കുറ്റപത്രത്തിൽ 1417 സാക്ഷികളും 1611 രേഖകളും 376 തൊണ്ടിമുതലുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിന്റെ വിചാരണ ഇപ്പോൾ പ്രത്യേക കോടതിയിലാണ് നടക്കുന്നത്. കേസിൽ 30-ാം പ്രതി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയിരുന്നു. അടൂർ ഏനാത്ത് സ്വദേശി അനുരാജാണ് മുങ്ങിയത്. ഇയാളുടെ ജാമ്യകക്ഷിയിൽ നിന്ന് തുക ഈടാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം പ്രത്യേക കോടതിയിൽ സ്ഥിരം ജഡ്ജിയെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കുറ്റപത്രം സംബന്ധിച്ച പ്രാഥമിക വാദം നാളെ പ്രത്യേക കോടതിയിൽ തുടങ്ങും. വിസ്മയ ന്യൂസ്, കൊല്ലം.